നമസ്കാരം. ഒരു സേവനവും നൽകാതെ, ഒരു പണിയും എടുക്കാതെ വെറുതെ അക്കൗണ്ടിലേക്ക് ഒഴുകിയെത്തിയത് കോടികൾ. കൊച്ചിയിലെ CMRൽ നിന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ അക്കൗണ്ടിലേക്ക് 2,78,00,000 രൂപ എത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു? അച്ഛനുമായിട്ടുള്ള വ്യക്തിബന്ധം, അതായത് തന്റെ പിതാവാണ് എന്നതുകൊണ്ട് മാത്രമാണ് ഈ പണം വീണയ്ക്ക് നൽകിയത് എന്ന് കമ്പനി ഉടമ തന്നെ ഇഡിക്ക് മുന്നിൽ തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ്. കേരളത്തെ ഞെട്ടിച്ച ഈ വൻ അഴിമതിയുടെയും കള്ളപ്പണം വെളുപ്പിക്കലിന്റെയും ഒക്കെ കഥ, ഞെട്ടിക്കുന്ന കണക്കുകൾ ഓരോന്നായി നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ കരുതാത്തത്ര, അതായത് ഭീകരമായ സാമ്പത്തിക തട്ടിപ്പിന്റെയും അഴിമതിയുടെയും ഒക്കെ കൃത്യമായ വിവരങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഥവാ ED അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുമ്പിൽ സമർപ്പിച്ചിരുന്ന റിപ്പോർട്ടിലൂടെ പുറത്തു വരുന്നത്. കൊച്ചിയിലെ CMRL എന്ന സ്വകാര്യ കമ്പനി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനും അവരുടെ ഉടമസ്ഥയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിയും തമ്മിൽ നടത്തിയിട്ടുള്ള വഴിവിട്ട സാമ്പത്തിക ഇടപാടുകളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ റിപ്പോർട്ടിലുള്ളത്. ഈ വിഷയത്തിൽ അടങ്ങിയിരിക്കുന്ന ഓരോ തുകയും അതിനു പിന്നിലെ യാഥാർത്ഥ്യങ്ങളും നമ്മൾ വിശദമായി ഒന്ന് മനസ്സിലാക്കണം. CMRL കമ്പനിയുടെ സ്ഥാപകനും മുൻ മാനേജിംഗ് ഡയറക്ടറുമായിട്ടുള്ള SN ശശിധരൻ കർത്ത കമ്പനിയിൽ പൂർണ്ണമായ ആധിപത്യം പുലർത്തിക്കൊണ്ട് കഴിഞ്ഞ 15 വർഷ കാലയളവിനുള്ളിൽ ഒന്നും രണ്ടുമല്ല വൻ തുക, അതായത് 182 കോടി രൂപയാണ് കൃത്രിമ മാർഗങ്ങളിലൂടെ വകമാറ്റി ചെലവഴിച്ചതും തട്ടിയെടുത്തതും. ഇത് വെറുമൊരു ആരോപണമല്ല, കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ED കണ്ടെത്തിയിട്ടുള്ള കാര്യമാണ്. ഈ 182 കോടി രൂപ പ്രധാനമായും 2 വഴികളിലൂടെയാണ് ഇവർ തട്ടിയെടുത്തത്. ആദ്യത്തേത് 139 കോടി രൂപയുടേതാ. സഡ്ജ് ഹാൻഡ്ലിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസസ്, അതായത് മാലിന്യ സംസ്കരണവും ഗതാഗതവും എന്ന പേരിൽ യാതൊരുവിധ സപ്പോർട്ടിംഗ് ഇൻവോയ്സുകളോ മറ്റു ഡോക്യുമെന്റ്സോ ഇല്ലാതെ, യഥാർത്ഥ സേവനങ്ങളോ ഇല്ലാതെ സ്വന്തമായി ഉണ്ടാക്കിയ വൗച്ചറുകൾ ഉപയോഗിച്ച് ഇവർ വ്യാജ ചെലവായിട്ട് ബുക്ക് ചെയ്തു. അതാണ്. രണ്ടാമത്തത് 43 കോടി രൂപയാണ്. തങ്ങൾക്ക് പരിചയമുള്ള ചില വെണ്ടർമാരെ ഉപയോഗിച്ച് വീർപ്പിച്ച ബില്ലുകൾ ഉണ്ടാക്കി കമ്പനിയിൽ നിന്ന് ഈ വെണ്ടർമാർക്ക് പണം നൽകിയ ശേഷം അവർ ബാങ്കിൽ നിന്ന് ഈ തുക പണമായി പിൻവലിച്ച് സ്വന്തം കമ്മീഷൻ കഴിച്ച് ബാക്കി തുക CMRL ഉദ്യോഗസ്ഥർക്ക് തന്നെ തിരികെ നൽകുകയും ചെയ്തു. അതായത് CMRLന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം വെണ്ടർമാർക്ക് നൽകുക, അവരത് ക്യാഷാക്കി മാറ്റി കമ്മീഷൻ എടുത്തിട്ട് ബാക്കി തുക കർത്തയ്ക്കും കൂട്ടർക്ക് തിരികെ നൽകുക. ഒരു സർക്കുലർ പേയ്മെന്റ് നാടകം. ഇത്തരത്തിൽ ആ വൻ തട്ടിപ്പ് നടത്തിയ കൂട്ടത്തിലാണ് സോഫ്റ്റ്വെയർ സേവനങ്ങളുടെ പേരിൽ ഒരു തരത്തിലുള്ള സേവനവും നൽകാതിരുന്നിട്ടും വീണ വിജയനും അവരുടെ കമ്പനിയായ എക്സാലോജിക്കിനും 2,78,00,000 രൂപ നൽകിയതായിട്ട് ബുക്കുകൾ കാണിച്ചിരിക്കുന്നത്. ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2024 ഏപ്രിൽ 17 PMLA സെക്ഷൻ 50 പ്രകാരം ED രേഖപ്പെടുത്തിയ മൊഴിയിൽ കർത്ത തന്നെ കാര്യങ്ങൾ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്നതാണ്. വ്യാജ ചെലവുകൾ കാണിച്ചാണ് പണം നൽകിയത് എന്നും വീണ വിജയന് ഒരു സേവനവും നൽകാതെ തന്നെ തുക കൈമാറിയത് അന്നത്തെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധം മുൻനിർത്തി മാത്രമാണ് എന്നും കർത്ത വ്യക്തമായി EDയോട് സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് വാർത്ത വരുന്നത്. നോക്കൂ എന്താണ് അവസ്ഥ. ഇവിടെ ഒരു ചോദ്യമുണ്ട്, ഇതൊരു കള്ള ഇടപാടാണോ എന്ന്. അതെ, ഒരു കള്ള ഇടപാട് തന്നെയാണ് എന്നാണ് ED വ്യക്തമാക്കുന്നത്. CMRLന് എക്സാലോജിക് കമ്പനി യാതൊരു വിധത്തിലുള്ള സേവനങ്ങളോ ഡെലിവറികളോ ഒന്നും നൽകിയിട്ടില്ല. കർത്ത മാത്രമല്ല, ED ചോദ്യം ചെയ്തപ്പോൾ വീണ വിജയൻ പോലും സമ്മതിച്ചിട്ടുണ്ട് ഈ കാര്യം. 2,78,00,000 രൂപ IT കൺസൾട്ടൻസി സേവനത്തിനായി കൈപ്പറ്റിയതിന് പകരമായി എന്തെങ്കിലും ജോലി ചെയ്തതായി കാണിക്കാൻ ഒരു തെളിവും ഹാജരാക്കാൻ വീണയ്ക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എക്സാലോജിക് എന്ന കമ്പനിയുടെ സാമ്പത്തികാവസ്ഥ പരിശോധിച്ചാൽ കാര്യങ്ങൾ അത് കൂടുതൽ വ്യക്തമാകുകയും ചെയ്യും. -66 ലക്ഷം രൂപ, -66 ലക്ഷം രൂപ നെറ്റ് വർത്തും കേവലം 5 ലക്ഷം രൂപ മാത്രം വാർഷിക വിറ്റുവരവുമുള്ള വളരെ ദുർബലമായ സാമ്പത്തിക അടിത്തറയുള്ള ഒരു കമ്പനിയായിരുന്നു എക്സാലോജിക്ക്. ചുരുക്കത്തിൽ CMRൽ നിന്ന് കിട്ടിയ പണം കൊണ്ട് മാത്രമാണ് ആ കമ്പനി നിലനിന്ന് പോന്നിരുന്നത് എന്ന് സാരം. ഇതുകൂടാതെ കർത്തയുടെ ഉടമസ്ഥയിലുള്ള എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി വഴി 50 ലക്ഷം രൂപ വായ്പയായി എക്സാലോജിക്കിന് നൽകിയിരുന്നതായിട്ട് മറ്റു ഒരു വാർത്ത കൂടി അല്ലെങ്കിൽ മറ്റു തെളിവുകൾ കൂടി പുറത്തുണ്ട്. സാധാരണ വാണിജ്യ വ്യവസ്ഥകൾ അനുസരിച്ച് ഈ വായ്പ തിരിച്ചടയ്ക്കുന്നതിൽ എക്സാലോജിക്ക് പരാജയപ്പെട്ടിട്ടും CMRൽ നിന്ന് കിട്ടിയ പണം RTGS വഴി ഡയറക്റ്റ് ആയി എക്സാലോജിക് അക്കൗണ്ടിൽ നിന്ന് വകമാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതൊന്നും പോരാഞ്ഞിട്ട് ഇൻവോയ്സുകൾ പോലും ഇല്ലാതെയാണ് ഇവർ പണം നൽകിയിട്ടുള്ളത്. 2017 ജനുവരി മുതൽ 2017 ഒക്ടോബർ വരെയുള്ള കാലയളവിൽ ഒരു തരത്തിലുള്ള ഇൻവോയ്സും സമർപ്പിക്കുന്നതിന് മുമ്പ് 45 ലക്ഷം രൂപ വീണയ്ക്ക് നേരിട്ട് നൽകിയിട്ടുണ്ടത്രേ. പിന്നീട് മറ്റു IT സേവനങ്ങൾക്ക് വേണ്ടി അറ്റ്ന ടെക്നോളജീസ് എന്ന മറ്റൊരു കമ്പനിയെ CMRL ചുമതലപ്പെടുത്തി. അതായത് അവരുടെ IT വർക്കുകളും മറ്റു കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ഒരു കമ്പനി അവർ ചുമതലപ്പെടുത്തി. എന്താ മനസ്സിലാക്കേണ്ടത്? ഇവിടെ എക്സാലോജിക്കിന് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല എന്നാണ്.
എത്രയോ കുറഞ്ഞ ചെലവിൽ, അതായത് ഇവർ കാണിച്ചിട്ടുള്ള CMRL കൊടുത്തിട്ടുള്ള എമൗണ്ട്, അതായത് ചെയ്യാത്ത വർക്ക് ചെയ്തു എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുള്ള എമൗണ്ടിനേക്കാൾ എത്രയോ കുറഞ്ഞ ചെലവിൽ ആ സേവനങ്ങൾ നൽകി എന്നതാണ് അവിടെ കണക്ക് കാണിക്കുന്നത്. എക്സാലോജിക്കിന് നൽകിയിട്ടുള്ള കോടികൾക്ക് യാതൊരു ന്യായീകരണവും ഇക്കാര്യത്തിൽ ഇല്ല. വീണയും CMRL മാനേജിംഗ് ഡയറക്ടറും തമ്മിൽ അയച്ചിട്ടുള്ള ഇമെയിലുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ IT സേവനം നൽകുന്നതിനെ കുറിച്ചല്ല, മറിച്ച് ഇൻവോയ്സുകൾ ഉണ്ടാക്കുന്നതിനെയും പണം മാറ്റി നൽകുന്നതിനെയും കുറിച്ചാണ് അവർ അതിൽ സംസാരിച്ചിരിക്കുന്നത്. വീണയുടെ വസതിയിൽ ED നടത്തിയിട്ടുള്ള പരിശോധനയിൽ ഒരു iPhone 14 Pro Max 1 മുതൽ 9 വരെ പേജുകളുള്ള ചുവന്ന കവറുള്ള ഒരു ഡയറി, ഒരു A4 ഷീറ്റ് എന്നിവയാണ് എടുത്തുകൊണ്ട് പോയത്. ഫോണിൽ നിന്ന് വ്യാജ ഇൻവോയ്സുകൾ ഉണ്ടാക്കിയതിന്റെയും പണം കൈമാറിയതിന്റെയും ഡിജിറ്റൽ തെളിവുകൾ ലഭിക്കും. ഡയറിയിൽ നിന്നും പേപ്പറിൽ നിന്നും പണത്തിന്റെ ഇടപാടുകളെ കുറിച്ചും സ്വകാര്യ ബാധ്യതകൾ തീർത്തതിനെ കുറിച്ചുള്ള വിവരങ്ങളും പുറത്തുവരും. അതേസമയം ശനിയാഴ്ച മാധ്യമപ്രവർത്തകർ വീണയുടെ ഭർത്താവും മുൻ മന്ത്രിയുമായ PA മുഹമ്മദ് റിയാസിനോട് ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ തനിക്ക് അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് ഒന്നും പറയാൻ കഴിയില്ല എന്നും അന്വേഷണത്തോട് സഹകരിക്കുന്നുണ്ടെന്നും അതിലപ്പുറം ഒന്നും പറയാനില്ല എന്നുമാണ് അദ്ദേഹം മറുപടി നൽകിയത്. നേരത്തെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്, അതായത് SFIO കൊച്ചി കോടതിയിൽ നടത്തിയിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ED കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. ഇവിടെ ED വളരെ വ്യക്തമായി പറയുന്നു, വീണയും CMRL മാനേജ്മെന്റും ചേർന്നിട്ട് പ്രൊസീഡ്സ് ഓഫ് ക്രൈം, അതായത് കുറ്റകൃത്യത്തിലൂടെ പണം കണ്ടെത്തി അവർ അത് പങ്കിട്ടെടുത്തു എന്ന്. പലതവണ ഇത് സംബന്ധിച്ചിട്ട് CMRL ബോർഡ് അംഗങ്ങളെയും ചോദ്യം ചെയ്ത് കഴിഞ്ഞു ED. ഇപ്പൊ കുറ്റക്കാരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികളുടെ ഭാഗമായിട്ട് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുന്നിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. ചുരുക്കം പറഞ്ഞാൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ വലിയ ഒരു മലയുടെ ഒരറ്റം പോലും ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പുറത്തറിയുന്ന കാര്യങ്ങൾ അത്തരം വിഷയങ്ങളുടെ ഒരറ്റം മാത്രമാണ്. ഇനി ആ വരേണ്ട കാര്യങ്ങൾ മുഴുവൻ പുറത്തു വരുമ്പോ ഏത് ഭൂതമാണ് എവിടെയാണ് കുടന്തറന്ന് പുറത്തു വരുന്നത് എന്ന് നോക്കിയിരിക്കുകയാണ്. ആരൊക്കെയാണ് അല്ലെങ്കിൽ ഏത് വമ്പൻ സ്രാവുകളാണ് അതിനോടൊപ്പം പോരുന്നത് എന്നും. Different angles. Don't forget to subscribe and support this channel.